ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. 6 മാസത്തെ നീണ്ട ഒരു വെക്കേഷന് ശേഷം ഞങ്ങൾ ഇതാ തിരിച്ച് ഓസ്ട്രിയയ്ക്ക് പോവാണ്. നാട്ടിൽ ഇത്രയും നാൾ നിന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു ഹോം സിക്നെസ്, ആ സംഭവം വല്ലാണ്ടങ്ങ് മനസ്സിനൊരു വല്ലാത്ത ഭാരം. എൻ്റെ ആ മനസ്സിൻ്റെ വിഷമം കൂടുതൽ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരുമാതിരി ഡൾ ക്ലൈമറ്റും. അപ്പോൾ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുന്നത് അച്ഛനും അമ്മയും കൂടെ ആണ് കേട്ടോ. സാധാരണ ഞങ്ങൾ കാറിലൊക്കെ പോകുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഭയങ്കര സംസാരമൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് ഭയങ്കര മൂകമായ ഒരു അന്തരീക്ഷമായിരുന്നു കാറിനകത്ത്. അമ്മയുടെ വക 1-2 റൗണ്ട് കരച്ചിലും കഴിഞ്ഞു കേട്ടോ. കരയരുതെന്നൊക്കെ എത്ര വിചാരിച്ചാലും ആ ഒരു നിമിഷം നമ്മുടെ മനസ്സറിയാണ്ട് വിങ്ങിപ്പോവും. ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ളവർ ഭയങ്കര ലക്കിയാണെന്ന് ഞാൻ പറയും. കാരണം എൻ്റെയൊക്കെ കണ്ണ് പെട്ടെന്ന് നിറയും. അമ്മ അങ്ങനെ നമ്മളിതാ നെടുമ്പാശ്ശേരി എത്തി. അപ്പം ഞങ്ങൾ എത്തിഹാദിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്ന് വിയന്ന. രാത്രി ഉള്ള ഫ്ലൈറ്റ് നോക്കിയെടുത്തതാണ്. കാരണം കുട്ടികൾ ഉറങ്ങുന്ന സമയമാകുമ്പം കുറച്ച് ഈസി ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ തെറ്റായിപ്പോയി മക്കളെ, തെറ്റായിപ്പോയി. അമ്മയോടും അച്ഛനോടും ഒക്കെ യാത്ര പറഞ്ഞ് ഇതാ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. അവർ ഒരുപാട് വിങ്ങുന്ന മനസ്സായിട്ട് പുറത്ത് നിൽപ്പുണ്ട്. പിന്നെ ഒരാശ്വാസമുള്ളത്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും വരാം, ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടും വരാം. അങ്ങനെ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, തിരിച്ച് ഫ്ലൈറ്റിൽ കയറാനും അതുപോലെ തിരിച്ച് ഓസ്ട്രേലിയ ചെന്നിട്ട് അവൻ്റെ സ്കൂളും അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. മിഴിക്കുട്ടി കണ്ടോ കണ്ണ് മിഴിച്ചിരിക്കുന്നത്? അവൾ കുറേ നേരം ഉറങ്ങാതിരുന്നു. ഞാൻ കരുതി കയറുമ്പോഴേ ഉറങ്ങുമായിരിക്കും. തെറ്റായിപ്പോയി. പിന്നെ ചെവിവേദന എടുത്തുള്ള കരച്ചിലും എല്ലാം കൂടെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിതാ അബുദാബി എത്തി. അപ്പോൾ ഇവിടെ വരെയുള്ള ഫ്ലൈറ്റ് അത്ര സുഖകരമായിരുന്നില്ല. കാരണം ഇവിടെ ചെവിവേദനയൊക്കെ ആയിട്ട് ആകെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. വലിയ കാര്യമായിട്ട് ഉറങ്ങിയൊന്നുമില്ല. സർവീസും വിചാരിച്ചത്ര പോരായിരുന്നു. അബുദാബി എയർപോർട്ട് കൊള്ളാട്ടോ, പക്ഷെ എന്നാലും നടക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരത്തെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ബോർഡിങ്ങിനുള്ള സമയമായി. അപ്പോൾ അതിന് മുന്നേ അവളുടെ ഡയപ്പർ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ഞങ്ങളിതാ ചേഞ്ചിങ് റൂമിൽ വന്നേക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് ഫാമിലി ആയിട്ട് കയറാൻ പറ്റുന്ന ചേഞ്ചിങ് റൂം ആയിരുന്നു കേട്ടോ. അങ്ങനെ മിഴീനെ ഫ്രഷ് ആക്കിയിട്ട് ഞങ്ങളിത് അടുത്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഇതിപ്പോൾ അബുദാബിയിൽ നിന്ന് വിയന്നയിലേക്ക്. ഇതിനകത്ത് ഞങ്ങൾക്ക് ബാസിനെറ്റ് ഓപ്ഷൻ കിട്ടി. പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അവൾ അതിനകത്ത് ചുരുക്കി പറഞ്ഞാൽ ഒരു മണിക്കൂർ കഷ്ടിച്ച് ഉറങ്ങി കാണും. ബാക്കി എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങി. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടേ ഇല്ല. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നവർ ബാസിനെറ്റ് ഓപ്ഷൻ കിട്ടുമോ എന്നുള്ളത് എന്തായാലും നോക്കണേ. കുറച്ച് നേരമെങ്കിലും കുഞ്ഞുങ്ങൾ അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സുഖമാണല്ലോ. പിന്നെ കുട്ടികളെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവലൊക്കെ കംപ്ലീറ്റ്ലി അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരുടെ മൂഡ് നന്നാണെങ്കിൽ നമ്മുടെ ട്രാവൽ നല്ല സ്മൂത്ത് ആയിരിക്കും. പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ഞങ്ങളിതാ വിയന്ന ലാൻഡ് ചെയ്യാറായി. മോളിൽ നിന്നുള്ള വ്യൂ കണ്ടോ? അടിപൊളിയല്ലേ? അങ്ങനെ ഫൈനലി ഞങ്ങളിതാ ഓസ്ട്രിയ ലാൻഡ് ചെയ്തു. കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിനൊടുവിൽ ഇവിടുന്ന് ഗ്രാസിലേക്കുള്ള ട്രെയിൻ കിട്ടി. അപ്പോൾ ബാക്കി വിശേഷം അങ്ങ് ഗ്രാസിൽ ചെന്നിട്ട് പറയാം കേട്ടോ.